നമസ്കാരം. ഇറാനുമായിട്ടുള്ള സംഘർഷം എപ്പോൾ അവസാനിക്കുമെന്ന ചോദ്യത്തിന് ഒരു ഉത്തരം നൽകാൻ ഒരുപക്ഷെ ഇത് തുടങ്ങി വെച്ച ട്രംപിന് പോലും കഴിഞ്ഞെന്ന് വരില്ല. അതിനാൽ ഇറാൻ ഇസ്രായേൽ സംഘർഷം ലോകത്തെ ഒരു ആണവ യുദ്ധത്തിന് മുൻപിൽ എത്തിച്ചു നിൽക്കുന്നുവെന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയുമില്ല. ഒരുപക്ഷെ ട്രംപ് അത് നല്ലതുപോലെ മനസ്സിലാക്കുന്നുമുണ്ടാകാം. കാരണം ട്രംപിന്റെ ചില തയ്യാറെടുപ്പുകൾ അത്തരമൊരു ദുരന്തത്തെക്കുറിച്ച് ട്രംപ് മുൻകൂട്ടി കാണുന്നുവെന്നതിന്റെ സൂചന നൽകുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഒരു ആണവ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ രക്ഷപ്പെടാനായി ഡൊണാൾഡ് ട്രംപ് ഒരു പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞു. അമേരിക്കൻ ഗവൺമെന്റിന്റെ നിലനിൽപ്പ് ഉറപ്പാക്കാൻ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് കണ്ടിന്യൂറ്റി ഓഫ് ഓപ്പറേഷൻസ് പ്ലാൻ അഥവാ കൂപ്പ്. ശീതയുദ്ധകാലം മുതൽ നിലവിലുള്ള പദ്ധതി അനുസരിച്ച് വൈറ്റ് ഹൗസ് ആക്രമിക്കപ്പെട്ടാലും രാജ്യത്തിന്റെ ഭരണം തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. 3 ബങ്കറുകളെങ്കിലും കൊളറാഡോ, പെൻസിൽവേനിയ അല്ലെങ്കിൽ വിർജീനിയ എന്നിവിടങ്ങളിലായി സജ്ജീകരിച്ചിട്ടുണ്ട്. അതീവ സുരക്ഷയുള്ള ഈ ബങ്കറുകളിലിരുന്ന് ദേശീയ പ്രതിരോധം, സാമ്പത്തിക സ്ഥിരത, പൊതുജന സുരക്ഷ തുടങ്ങിയ നിർണായക സർക്കാർ പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും സാധിക്കും. അതീവ സുരക്ഷയുള്ള ഈ ബങ്കറുകളിലിരുന്ന് ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യാനും നടപ്പിലാക്കാനും സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മൗണ്ട് വെതർ എമർജൻസി ഓപ്പറേഷൻ സെന്റർ, റേവൻ റോക്ക് മൗണ്ടൻ കോംപ്ലക്സ്, ഷെയ്ൻ മൗണ്ടൻ കോംപ്ലക്സ് എന്നീ സ്ഥലങ്ങൾ ശീതയുദ്ധകാലം മുതൽക്കേ കൂപ്പിന്റെ ഭാഗമായി സുരക്ഷിത സ്ഥാനങ്ങളായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പതിറ്റാണ്ടുകൾ മുമ്പ് നിർമ്മിച്ചതാണെങ്കിലും ഇവ ഇന്നും അത്യാധുനികമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും പൊതുജനങ്ങളുമായും സൈന്യവുമായും സുഗമമായ ആശയവിനിമയം ഉറപ്പിക്കുന്നതിനായി ലഭ്യമായ ഏറ്റവും മികച്ചതും പുതിയതുമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഇവ സജ്ജമാണെന്ന് എല്ലാ അമേരിക്കൻ സർക്കാരുകളും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അമേരിക്കയുടെ അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനുള്ള പദ്ധതികൾ ഫെഡറൽ എമർജൻസി മാനേജ്മെന്റ് ഏജൻസി അഥവാ ഫെമ കൃത്യമായി പരിഷ്കരിക്കാറുണ്ട്. വിർജീനിയയിലെ മൗണ്ട് വെതർ എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റെ ചുമതല 1979 മുതൽ ഫെമയ്ക്കാണ്. 1959 പ്രവർത്തനം ആരംഭിച്ച ഈ കേന്ദ്രം ആദ്യകാലത്ത് US ആർമിയാണ് നടത്തിയിരുന്നത്. ആണവ യുദ്ധമുണ്ടായാൽ ട്രംപിന് അഭയം പ്രാപിക്കാൻ കഴിയുന്ന ആദ്യത്തെ ഇടങ്ങളിലൊന്നാണ് മൗണ്ട് വെതർ. പ്രസിഡന്റിന് മാത്രമല്ല, വിവിധ സർക്കാർ ഏജൻസികളിലെ ഉദ്യോഗസ്ഥർക്ക് ഒരേ സമയം ഉപയോഗിക്കാൻ കഴിയുന്ന അത്യാധുനിക ആശയവിനിമയ സംവിധാനങ്ങൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. സകല ആധുനിക വാർത്താവിനിമയ സംവിധാനങ്ങളുമുള്ള ഈ കേന്ദ്രം ഭരണകൂടത്തിന്റെ നിയന്ത്രണ കേന്ദ്രമായി തന്നെ പ്രവർത്തിക്കും. വിർജീനിയയിലെ മൗണ്ട് വെതർ ഓപ്പറേഷൻ സെന്ററാണ് മറ്റൊന്ന്. വിർജീനിയയിലെ ബങ്കറിന് അതിജീവനശേഷിയുള്ള സജ്ജീകരണങ്ങളുണ്ടെന്നും പ്രസിഡന്റിന് വിശ്വസനീയമായ പിന്തുണ നൽകാൻ ഇതിന് സാധിക്കുമെന്നാണ് US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി വ്യക്തമാക്കുന്നത്. നിലവിൽ തന്നെ പല രഹസ്യ പദ്ധതികളുടെയും കമാൻഡ് സെന്ററായി ഈ ബേസ് പ്രവർത്തിക്കുന്നുണ്ട്. വിവിധ ഏജൻസികൾക്കായി ഒരുക്കിയിരിക്കുന്ന അത്യാധുനിക ഉപകരണങ്ങളും സംവിധാനങ്ങളും കൂടി ചേരുമ്പോൾ അടിയന്തര സാഹചര്യത്തിൽ പ്രസിഡന്റിന് സുരക്ഷിതമായി ഉൾത്താവളം ഒരുക്കാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായ ഇടമായി മൗണ്ട് വെതർ മാറുന്നു. ഭൂഗർഭ പെന്റഗൺ എന്നറിയപ്പെടുന്ന 2000 അടി താഴ്ചയിലാണ് പെൻസിൽവേനിയയിലെ റേവൻ റോക്ക് മൗണ്ടൻ കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്നത്. യുദ്ധകാലത്ത് പ്രതിരോധ വകുപ്പിന്റെ സൈനിക കമാൻഡ് ഹബായി ഇത് മാറും. പ്രതിരോധ സെക്രട്ടറിയുടെ ഒളിത്താവളമായും ബദൽ ആസ്ഥാനമായും ഇത് പ്രവർത്തിക്കും. ഈ രഹസ്യ സങ്കേതം പരിപാലിക്കുന്നതിനായി ട്രംപ് ഭരണകൂടം ദശലക്ഷക്കണക്കിന് ഡോളറാണ് ചിലവഴിക്കുന്നത്. ആണവാക്രമണങ്ങളെ പോലും പ്രതിരോധിക്കാൻ ശേഷിയുള്ള 12-ലധികം കെട്ടിടങ്ങൾ ഇവിടെയുണ്ട്. സ്ഫോടനങ്ങളുടെ ആഘാതം താങ്ങാൻ കൂറ്റൻ സ്പ്രിങ്ങുകൾക്ക് മുകളിലാണ് ഈ കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. നോർത്ത് അമേരിക്കൻ എയ്റോസ്പേസ് ഡിഫൻസ് കമാൻഡിന്റെ ആസ്ഥാനമായിരുന്ന കൊളറഡോയിലെ ഒരു ഭൂഗർഭ കേന്ദ്രമാണ് ഷെയ്ൻ മൗണ്ട് കോംപ്ലക്സ്. അമേരിക്കയുടെയും കാനഡയുടെയും ആകാശപരിധിയുടെ സംരക്ഷണം ഉറപ്പാക്കുന്നത് ഈ ഏജൻസിയാണ്. ഒരു ആണവ ആക്രമണത്തെ പോലും പ്രതിരോധിക്കാൻ ശേഷിയുള്ള രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം. വിപുലമായ ആശയവിനിമയ സംവിധാനങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ള ഈ കേന്ദ്രം അടിയന്തര സാഹചര്യങ്ങളിൽ ഭരണകൂടത്തിന് ഉപയോഗിക്കാവുന്ന സുരക്ഷിതമായ ഒരു ബദൽ താവളം കൂടിയാണ്. ഈ സംവിധാനങ്ങളൊക്കെ വെറും കെട്ടുകഥകളാണെന്നോ അല്ലെങ്കിൽ അമേരിക്കയുടെ സാങ്കേതിക മികവിനെ പുകഴ്ത്താനുള്ള വെറും തള്ളാണെന്നും കരുതേണ്ട. 2001 സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കപ്പെട്ടപ്പോൾ ഈ ബങ്കറുകൾ നിമിഷങ്ങൾക്കുള്ളിൽ സജ്ജമായിരുന്നു. അന്നത്തെ വൈസ് പ്രസിഡന്റ് ഡിക് ചെനി അടക്കമുള്ള പ്രമുഖർ വൈറ്റ് ഹൗസിന്റെ ഈസ്റ്റ് വിങ്ങിന് താഴെയുള്ള ഭൂഗർഭ അറയിലേക്ക് മാറിയിരുന്നു. എന്നാൽ ഇതൊന്നും തന്നെ സാധാരണക്കാർക്കല്ല, നേതാക്കൾക്ക് മാത്രമാണെന്നതാണ് മറ്റൊരു വസ്തുത. ലക്ഷക്കണക്കിന് അമേരിക്കക്കാരുടെ ജീവൻ ഭീഷണിയിലാകുന്ന ഒരു യുദ്ധമുണ്ടായാലും ഈ സുരക്ഷാ പദ്ധതികൾ പ്രധാനമായും രാജ്യത്തിന്റെ നേതൃത്വത്തിന് മാത്രമാണുള്ളത്. പ്രസിഡന്റ്, സെക്രട്ടറി ഓഫ് ഡിഫൻസ്, ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് തുടങ്ങിയവർ കൊല്ലപ്പെട്ടാൽ ഭരണ തുടർച്ച ഉറപ്പാക്കാൻ കൃത്യമായ അധികാര കൈമാറ്റ മുൻഗണനാക്രമവും അമേരിക്ക നിശ്ചയിച്ചിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപിനെ പോലെ ഒരു ലോക നേതാവിന് ഇത്തരം ഒരു രക്ഷാപദ്ധതി ഉണ്ടെന്ന് പറയപ്പെടുന്നത് ആഗോളതലത്തിൽ വരാനിരിക്കുന്ന ഒരു വലിയ ഭീഷണിയെക്കുറിച്ചുള്ള സൂചനകളാണ് നൽകുന്നതെന്നും ചിലർ വിലയിരുത്തുന്നു.